ഒരു ദിവസം മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ വീട്ടിലെ അലിയാർ തങ്ങൾ കൊണ്ടുവന്ന മാവിൽ നിന്നും 4 റൊട്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്ന് അലിക്കും 2 മക്കൾക്കും വീതിച്ചു കൊടുത്തു. 4ാമത്തെ റൊട്ടി വായിലേക്ക് വെക്കാൻ നേരമാണ് ഉപ്പയായ മുഹമ്മദിനെ ഓർമ്മ വന്നത്. കയ്യിലൊളിപ്പിച്ച റൊട്ടിയും കൊണ്ട് ഉപ്പാൻ്റെ അടുക്കലേക്ക് ഓടി. കയ്യിലുണ്ടായിരുന്ന റൊട്ടി ഉപ്പാൻ്റെ നേരെ നീട്ടിയപ്പോൾ അവിടുത്തെ ആ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഫാത്തിമ പറയുന്നുണ്ട്, ഉപ്പ ആ റൊട്ടി എൻ്റേന്ന് വാങ്ങി 2ആക്കി മുറിച്ച് പകുതി എനിക്ക് തന്നെ തന്നിട്ടൊരു കാര്യം പറഞ്ഞു. മോളെ ഫാത്തിമ, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. 3 ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പാൻ്റെ വയറിലേക്ക് എത്തുന്ന ആദ്യത്തെ ഭക്ഷണം എൻ്റെ പൊന്നുമോള് കൊണ്ടുവന്ന ഈ റൊട്ടി കഷ്ണമാണ്. പട്ടിണിയായിരുന്നു റസൂലിന്. അടുപ്പിൽ തീ പുകയാത്ത ഒത്തിരിയേറെ ദിവസങ്ങൾ അള്ളാൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടുന്ന് കിടന്നുറങ്ങിയത് പനയോലയിലായിരുന്നു. അള്ളാഹുവേ, അവിടത്തോടൊപ്പം ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാൻ.